അറിയിപ്പുണ്ട്. പേജ് നമ്പർ 1 ഉടൻ തന്നെ കുട്ടികളുടെ ഭരതനാട്യ മത്സരം ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പേജ് നമ്പർ 1 ഉടൻ തന്നെ കുട്ടികളുടെ ഭരതനാട്യ മത്സരം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അറിയിപ്പുണ്ട്. പേജ് നമ്പർ 3 ഉടൻ തന്നെ കുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കേണ്ടതുണ്ട്. ഒരു വെങ്കച്ചുണ്ട് 16 ഐറ്റം ഉണ്ട്. ഇതിനെ വിറ്റിക്കറി അങ്ങോട്ട് ഒട്ടിക്കുവാ ഞാൻ. നല്ല രസമായി. എനിക്ക് വിശക്കുന്നു. ആണോ? തിന്നും കുടിച്ചും നടന്നാ മതിയാ? നിനക്ക് വേദി കയറി പെർഫോം ചെയ്യണ്ടേ? ഭക്ഷണം കഴിച്ചാ പാപം വരത്തില്ല, അറിയാവോ? അപ്പൊ പിന്നെ മാഷ് ഭക്ഷണം കഴിച്ചതാ? മാഷന്മാർക്ക് കഴിക്കാം. നിങ്ങൾ കഴിച്ചാലേ പാവം കിട്ടും. ഇത് ആ സാധനം ഒന്ന് കാണിച്ചേ. ഇതൊന്ന് കാണിച്ചേ. എടി മുഖത്തൊരു പാവം വരട്ടെ. പാവം കാണിക്കാൻ എന്താണ് നാർക്കറി? ഹലോ ഹലോ, അംബുജാക്ഷ മാഷല്ലേ? അതെ മാഷ, ഞാൻ സിനിമയുടെ മമ്മിയായിരുന്നു. ആ സിനിമയുടെ മമ്മി, ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. എന്താണ്? എന്താണെന്നറിയാമോ? അതെ നിങ്ങൾ ഈ കൊച്ചിന്റെ ചെസ്റ്റ് നമ്പർ കിട്ടിയപ്പോ തന്നെ പൈസ വെക്കണ്ടേ? ആ പൈസ തരണം. 1 ലക്ഷം തന്നാല് കൊച്ചിന് 1ാം സമ്മാനം, 50,000 തന്നാല് 2ാം സമ്മാനം. ഇപ്പൊ മാഷ 25,000 രൂപ കൊടുത്താൽ എന്തെങ്കിലും കിട്ടോ? 25,000 കൊടുത്താൽ കിട്ടും. എന്നാ കിട്ടും, എങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്. അല്ല, കാശ് മുടക്കാൻ കഴിയല്ല. എന്നിട്ട് പിന്നെ എന്റെ കുറ്റമാണ്, മാഷിനല്ലേ കുറ്റം. ഇവരുടെയൊക്കെ വിചാരം കണ്ടാൽ തോന്നും ഇതൊക്കെ എനിക്ക് എന്നാണ്ട് ചെയ്യാൻ പറ്റും. നീ ആ അരമണ്ഡലത്തിലോട്ടൊന്ന് നിന്നേ. അങ്ങനെയാണ് അരമണ്ഡലം. ഇത് താഴട്ടെ, ലേശം കൂടി താഴട്ടെ. മുഴുവൻ മണ്ഡലത്തിൽ കളിച്ചേ. ഞാൻ താഴെ കിടന്നുകൊണ്ട് ഇങ്ങനെ നിരങ്ങിയിട്ട് ഇങ്ങനെ ഇതെന്ന് വെച്ചോ. ചേച്ചി അത്രയും വേണ്ടെന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങണ സാധനം. അങ്ങനെ കറങ്ങണ സാധനം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവ കലോത്സവ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനായ ഗുരുനാഥനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യ ബിൻസിമോളുമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് അറിയാം. നമസ്കാരം മാഷേ. നമസ്കാരം. മാഷൻ, ഈ കലോത്സവത്തിൽ മാഷിന്റെ കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്? അതെ, എന്റെ കുട്ടികളാണ്. മാഷ്, ഈ കുട്ടികൾ ഏതൊക്കെ ഇനങ്ങളിലാണ് മാഷിന്റെ കുട്ടികൾ മത്സരിക്കുന്നതെന്നും പറയാമോ? എല്ലാ ഇനങ്ങളും മത്സരിക്കുന്നുണ്ട്. എല്ലാ ഇനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കാം. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളല്, പാട്ട്, പിന്നെ ശാസ്ത്രീയ സംഗീതം. ലളിതഗാനം, എല്ലാം ഈ ഇനങ്ങളെല്ലാം മാഷ് തന്നെയാണോ പഠിപ്പിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മാഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എനിക്കിതെല്ലാം അറിയാം, ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുകയും. മോള് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു, ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. കൊച്ചേ, എഴുന്നേറ്റപ്പോ. കേട്ടാ, ഒരു കുഴപ്പമില്ല. കട്ടിട്ട് റബ്ബർ പന്ത് പോലെ ഓടി നടന്ന് കളിച്ചോളൂ. അതെല്ലേ, അടിപൊളി. മാഷ്, ഇപ്പോൾ എങ്ങനെയുള്ള സംഗീതമാണ് ഇപ്പൊ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്? ഞാനിപ്പോ മെയിനായിട്ട് പഠിപ്പിക്കുന്ന ഫ്ലാറ്റ് സംഗീതമാണ് കേട്ടോ. ഫ്ലാറ്റ് സംഗീതം? അതെ, ഒന്ന് വ്യക്തമാക്കാമോ? അതായത് ഞാൻ ഈ പഠിപ്പിക്കുന്ന പാട്ട് അതിന്റെ ശുദ്ധതയോടും വ്യക്തതയോടും കൂടി എന്റെ കുട്ടികൾ പാടുകയാണെങ്കിൽ അവർക്ക് ഫ്ലാറ്റ് കിട്ടും, അല്ലെങ്കിൽ അവർ ഫ്ലോപ്പായി പോകും. അതിന് ഫ്ലോപ്പി സംഗീതം എന്ന് പറയും. ഇതിപ്പോ ഞങ്ങൾ സാധാരണ ഗാനമേളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോണ്ടിരിക്കുക. മാഷെ, വേറൊരു കേട്ടിട്ടുണ്ട്, ഈ സംഗീതത്തില് ഒരു പോർഷൻ എന്ന് പറയുന്നത് തില്ലാന എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും സംഗീതത്തിൽ തില്ലാന എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്? അയ്യോ, സംഗീതത്തിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് തില്ലാനയാണ്. ഇവള് നല്ല സുന്ദരമായിട്ട് തില്ലാനം പാടും. ഒന്ന് പഠിക്കടി. ഇതാണ് തില്ലാന. ഇത് കേട്ട തല്ലാനാ തോന്നുന്നു. ഇത് തില്ലാനയല്ല കേട്ടാ. ഞാൻ പാടാം തില്ലാന. നാഗൃതനിത്വം തകതിനാഗൃതനിത്വം തകതിനാഗൃതനിത്വം ദണ്ഡക രണ്ടക നാഗൃതനിത്വം തകതിനാഗൃതനിത്വം തകതിനാഗൃതനിത്വം രണ്ടക രണ്ടക അണ്ടകാക്ക കൊണ്ടകാരിനാഗൃതനിത്വം അയ്യാറെട്ട് പള്ളിക്കാരിനാഗൃതനിത്വം അണ്ടകാക്ക കൊണ്ടകാരിനാഗൃതനിത്വം അയ്യാറെട്ട് പള്ളിക്കാരിനാഗൃതനിത്വം ആയിരം മീനുകണ്ണുകാരിനാഗൃതനിത്വം ആയിരം മീനുകണ്ണുകാരിനാഗൃതനിത്വം നഗൃതാനിതോ നഗൃതാനിതോ. വളരെ മനോഹരമായി മാഷ് പാടുകയും മാഷിന്റെ കുട്ടി വളരെ മനോഹരമായ നൃത്തം നമുക്ക് നൽകുകയും ചെയ്തു. മാഷെ, ഈ സംഗീതത്തിൽ ഒരു പ്രത്യേക രാഗത്തിൽ പാടിയ കഴിഞ്ഞാൽ മഴ പെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മാഷ് എന്തെങ്കിലും പ്രത്യേക രാഗത്തിൽ പാടി മഴ പെയ്ച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പാടി മഴ പെയ്ച്ചിട്ടൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ഒരു പ്രത്യേക രാഗത്തിൽ പാടി പിന്നെ മഴ തിറക്കി വിട്ടിട്ടുണ്ട്.
പാടി നട തുറക്കാൻ പറ്റും. അങ്ങനെ മാഷ് ശ്രമിച്ചിട്ടുണ്ടോ? പാടി നട തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചതാ കേട്ടോ. എന്നിട്ട് അവര് പറഞ്ഞു നട തളർത്തി കളയുമെന്ന്. മനസ്സിലായില്ല. നടു പഠിച്ചോടിക്കുമെന്ന് ഈ മാഷിന്റെ നാടോടി നൃത്ത മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടി. പ്രിയമുള്ളവരെ, ഈ മാഷിന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യ ബിൻസിമോളാണ് ഈ പ്രാവശ്യം നൃത്ത സംഗീതത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. ബിൻസിമോളുടെ ആ നൃത്തത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. ஐயா பசிக்கிறதையா ஏதாவது கொடுங்கய்யா தெருவில் பாட்டுகள் பாடும் நான் தெருவின் சந்ததி ഉറ്റവരുടയവരില്ലാതങ്ങനെ അലയും സന്തതി ഞാനും ഈ നാട്ടിൽ അലയും സന്തതി ഈ വണ്ടികളിൽ ഭിക്ഷാടകരാക്കരുതേ ബലഭിക്ഷാടകരാക്കരുതേ. നമുക്ക് മടങ്ങി വരാം. നമുക്ക് വീണ്ടും മാഷിലേക്ക് തിരിച്ചു വരാം. പിന്നെയും വരുന്നു ഫോൺ എന്നതാണ്. ഹലോ, അംബുജാഷനല്ലേ? അതെ. ഞാൻ മാഷ പരിപാടി ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കണേ. ആണോ? ആരാ വിളിക്കുന്നേ? ഞാൻ സെൻട്രൽ ജയിലിൽ ജയിൽ സൂപ്രണ്ടാ. ഞാനങ്ങനെ പൈസ ഒന്നും മേടിച്ചില്ല. അല്ല മാഷേ മാഷിന്റെ ഒരു പരിപാടി സംഗീത കച്ചേരി ജയിലിലേക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അത് ശരി, പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ചതാണോ? മാസം 17-ാം തീയതി ഒഴിവുണ്ടാവോ? 17-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ 15-ഉം 16-ഉം ഞാൻ ബോംബെയിലായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് പ്രശ്നം. അപ്പൊ ഫ്ലൈറ്റ് വേണം. അപ്പൊ ഒരു പണി ഡേറ്റ് തരാം, പക്ഷെ റേറ്റ് കൂടും. റേറ്റ് ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളത്, മാഷിന്റെ ഡേറ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ശരി, അപ്പൊ ശരിയാക്കി തരാം. അപ്പൊ സാറേ, എനിക്കൊരു സംശയം. നിങ്ങളുടെ ഈ ജയിലിൽ കിടക്കുന്ന ഈ അവർക്ക് വേണ്ടിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണോ എന്റെ ഈ പരിപാടി ബുക്ക് ചെയ്തിരിക്കുന്നത്? അതിനൊന്നും വേണ്ടിട്ടല്ലോടോ, ഞങ്ങള് ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു മത്സരഫലം ലഭിച്ചിരിക്കുകയാണ്. മത്സരഫലത്തിൽ അറിയിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ഭരതനാട്യ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് സെന്റ് മേരീസ് സ്കൂളിലെ അഞ്ജു എന്ന് പറയുന്ന കുട്ടിക്കാണ്. നമുക്ക് ആ കുട്ടീനെയും അദ്ദേഹത്തിന്റെ അവരുടെ ഗുരുനാഥനെ പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് അഞ്ജു 16 വർഷമായിട്ട് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നടക്കുക. ഏത് വേദി ചെയ്താലും ഇവിടെ പ്രൈസ് മേടിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയ ഈ ജഡ്ജസ് ഇങ്ങനെയാണ് മാർക്ക് ഇടുന്നത്. ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഞാൻ നീ ഒന്നും മിണ്ടരുത്. കണ്ണിനെ കുറ്റപ്പെട്ടു കേട്ടടാ. ത്രിപുര താളത്തിൽ ഒരു ചവിട്ടിയാലുണ്ടല്ലോ, ഈ കൊച്ചിന് മാർക്ക് കൊടുക്കാതെ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിന് മാർക്ക് കൊടുക്കുന്നത് ഇതിന്റെ കരച്ചിൽ കണ്ട ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഡാൻസ്. അറിയാമോ? എനിക്കറിയാം ഡാൻസ് കളിക്കാൻ. എന്ത് ഞാൻ കാണിക്കുമെന്നേ ഡാൻസ്? എന്തിനാ അറസ്റ്റ് ചെയ്താ? കഴിഞ്ഞ 3 മണിക്കൂറായി നീ കലോത്സവം ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കേറാനാ പറഞ്ഞത് വണ്ടിയിലോട്ട്. ഞാൻ വരാം, പക്ഷെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകണം. എന്തിനാണോ നിന്നെ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടോടെ? അങ്ങനെയാണ് നിങ്ങളുടെ ശിക്ഷ നടക്കും. എന്താ ഇതാണ് സാക്ഷാത്തില്ല.